ഹലോ എവരിവൺ, ഏവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാജസ്ഥാൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്ന ഒരു വെരി ബ്യൂട്ടിഫുൾ പാലസിന് സമീപമാണ്. പിച്ചോള തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ അതിസുന്ദരമായൊരു കൊട്ടാരമാണിത്. ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിലെ വാസ്തുവിദ്യാ വിസ്മയങ്ങളിലൊന്നായ ഉദയ്പൂരിലെ സിറ്റി പാലസാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അതിസുന്ദരമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ അതിസുന്ദരമായ കൊട്ടാരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1553 മഹാറാണ ഉദയസിംഗ് രണ്ടാമൻ നിർമ്മാണം ആരംഭിച്ച ഈ കെട്ടിട സമുച്ചയം പിന്നീട് വന്ന മേവാർ രാജവംശത്തിലെ ഭരണാധികാരികൾ 400 വർഷത്തിലധികമെടുത്ത് കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ചെടുത്താണ് രാജസ്ഥാനിലെ ഈ മനോഹരമായ ഏറ്റവും വലിയ കൊട്ടാരം. മൈ ഗോഡ്, ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വ്യൂസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിവിശാലവും അതിമനോഹരവുമായ കൊട്ടാരം. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ നടുമുറ്റങ്ങളും പൂന്തോട്ടങ്ങളും മനോഹരമായ കണ്ണാടിപ്പണികൾ, ചൈനീസ് ഡച്ച് ടൈലുകൾ, കൊത്തുപണികൾ എല്ലാം തന്നെ അതിമനോഹരമാണ്. ഈ നടുമുറ്റം, വിശാലമായ ഒരു നടുമുറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പഴയ രാജകീയ വസ്തുക്കൾ പ്രദർശിപ്പിച്ച ഒരു മ്യൂസിയവും ഇവിടെയുണ്ട്. മേവാറിലെ ഭരണാധികാരികളുടെ വാസസ്ഥലമായിരുന്നു ഈ അതിവിശാലമായ കൊട്ടാരം. ഈ കൊട്ടാരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഈ ചുമരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ കാണുന്ന ഭാഗത്തേക്ക് ആർക്കും പ്രവേശനമില്ല. റാണ പ്രതാപ് സിംഗിൻ്റെ കുതിരയുടെ ഒരു സ്റ്റാച്യു ആണിത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ച കുതിരയാണിത്. ഇതാണ് റാണ പ്രതാപ് സിംഗ്. തികച്ചും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി മലനിരകളുടെ പശ്ചാത്തലത്തിൽ പിച്ചോള തടാകത്തിന് അഭിമുഖമായിട്ടാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നും ബാൽക്കണിയിൽ നിന്നും തടാകത്തിൻ്റെയും നഗരത്തിൻ്റെയും മനോഹര ദൃശ്യം മുഴുവനായിട്ടും നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് നമുക്ക് കാണാൻ. ഞങ്ങളെല്ലാം നടന്ന് കാണുകയായിരുന്നു. മണിക്കൂറുകളോളം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം രാത്രിയായി. അപ്പോൾ ഞങ്ങൾ ഈ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ മനോഹരമായ പാലസും അതിൻ്റെ പ്രകൃതി ഭംഗിയും എല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹര ദൃശ്യങ്ങളുമായി എത്തുന്നതായിരിക്കും. തൽക്കാലം വിടാം. ഓക്കേ.